ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022-23 അധ്യയന വർഷത്തെ മലയാളം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വായിക്കാം എഴുതാം. ഓക്കെ കൂട്ടുകാരെ, നമുക്കത് വായിച്ചു നോക്കാം. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി, പരന്ന വയലുകൾക്കപ്പുറത്തുള്ള മാമരങ്ങൾ പോലും വ്യക്തമായി കാണാം. ആകാശത്ത് ചന്ദ്രൻ വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു. കണ്ണുമിഴിച്ചു നോക്കുന്ന വെള്ളപ്പൂക്കളുടെ ഭംഗിയും മണവും ഒന്ന് വേറെ തന്നെ. അങ്ങകലെ തല ഉയർത്തി നിൽക്കുന്ന മലമടക്കുകൾക്ക് നിലാവെളിച്ചത്തിൽ അഴകേറി. ഒരു വെള്ളി അരഞ്ഞാണം പോലെ പുഴ, മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ. കണ്ണെടുക്കാതെ നോക്കി നിന്നപ്പോൾ മിന്നുന്ന നക്ഷത്രങ്ങൾ എന്തോ പറയുന്നത് പോലെ. ചെറുകാറ്റിൽ ആലോലമാടുന്ന ഇലകൾ രാത്രിയുടെ ഭംഗി കൂട്ടുന്നു. രാത്രിയിൽ പുറത്തിറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. എന്നിട്ടും അമ്മയുടെ കൂടെ ഞാൻ പുറത്തിറങ്ങി. രാത്രിയുടെ ഭംഗി പറഞ്ഞാലും തീരില്ല. കൂട്ടുകാരും വായിച്ചു നോക്കുമല്ലോ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വർണ്ണന വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വെള്ളിത്തളിക പോലെ ആകാശത്ത് കാണുന്നത് എന്താണ്? നോക്കൂ, വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു. നോക്കൂ, ആകാശത്ത് ചന്ദ്രൻ വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ വെള്ളിത്തളിക പോലെ ആകാശത്ത് കാണുന്നത് എന്താണ്? അതെ, ചന്ദ്രനാണ്. ആൻസർ എന്താണ്? ചന്ദ്രൻ. ദെൻ നിലാവിൽ കാണുന്ന പുഴയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് കൂട്ടുകാരെ? വായിച്ചു നോക്കൂ. നിലാവിൽ കാണുന്ന പുഴയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അതെ, വെള്ളി അരഞ്ഞാണം പോലെ. നോക്കൂ, മലമടക്കുകൾക്ക് നിലാവെളിച്ചത്തിൽ അഴകേറി. ഒരു വെള്ളി അരഞ്ഞാണം പോലെ പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നിലാവിൽ കാണുന്ന പുഴയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? യെസ്, വെള്ളി അരഞ്ഞാണം പോലെ. ദെൻ ചന്തം എന്നർത്ഥം വരുന്ന ഏതൊക്കെ പദങ്ങളാണ് വർണ്ണനയിലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ പദങ്ങളാണ്? അതെ, ഭംഗിയും അഴകുമാണല്ലേ. ഏതൊക്കെയാണ്? ഭംഗി, അഴക്. ദെൻ മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ. നിലാവുള്ള രാത്രിയിൽ മേഘങ്ങളെ കണ്ടാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൂട്ടുകാർ സ്വന്തമായിട്ട് എഴുതേണ്ട ആൻസറാണ്. അപ്പോൾ നിങ്ങൾ എന്താവും എഴുതുക? ഇതുപോലൊരു വർണ്ണനയോ കവിതയോ എഴുതി ടീച്ചറെ കാണിക്കാൻ തോന്നും. കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് അതവിടെ ആൻസറായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസറായിട്ട് എഴുതാം. ഇതുപോലൊരു വർണ്ണനയോ കവിതയോ എഴുതി ടീച്ചറെ കാണിക്കാൻ തോന്നും. ദെൻ അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഈ വർണ്ണനയ്ക്കൊരു തലക്കെട്ട് നൽകൂ എന്നാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു തലക്കെട്ട് നൽകാവുന്നതാണ്. നമുക്ക് രാത്രി ഭംഗി എന്ന് എഴുതാം, അല്ലെങ്കിൽ രാത്രി കാഴ്ച, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു തലക്കെട്ട് ഈ വർണ്ണനയ്ക്ക് നൽകുക. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? വിവരണം തയ്യാറാക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം ധാരാളം പരിപാടികൾ നടന്നിരിക്കുമല്ലോ. ഉദാഹരണത്തിന് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? പ്രവേശനോത്സവം ഉണ്ടായിട്ടില്ലേ കൂട്ടുകാരെ? അതുപോലെ തന്നെ ദിനാഘോഷങ്ങൾ, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായല്ലേ. ദെൻ ക്യാമ്പുകൾ, യാത്രകൾ, മത്സരങ്ങൾ, ഇവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് എഴുതാം. നമ്മൾ ബഷീർ ദിനത്തെക്കുറിച്ചാണ് എഴുതുന്നത്. കൂട്ടുകാരുടെ സ്കൂളിലും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബഷീർ ദിനം. ഓക്കെ, നമുക്ക് എഴുതാം. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമായ ജൂലൈ 5 അനുസ്മരണ പരിപാടി നടത്തി. ബഷീർ കൃതികളുടെയും ബഷീർ പഠനങ്ങളുടെയും പ്രദർശനവും നടന്നു. പൂവമ്പഴം എന്ന കഥ നാടകമായി അവതരിപ്പിച്ചു. ബഷീർ കഥാപാത്രങ്ങൾ വേഷം കെട്ടിവന്നു. പാത്തുമ്മയുടെ ആട്, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തി. അന്നേ ദിവസം ബഷീർ കൃതികളുടെ പ്രദർശനവും നടത്തി. അന്ന് ഉച്ചവരെ ബഷീർ പരിപാടികളായിരുന്നു. നല്ല രസവും തമാശ നിറഞ്ഞതുമായ ഒരു ദിവസമായിരുന്നു ജൂലൈ 5. ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? നിങ്ങൾ ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് ഇതുപോലൊരു വിവരണം തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 3 എന്താണ്? സംഭാഷണം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. 11/8/2022 വ്യാഴം. മുറ്റത്ത് പൂച്ചെടിയിൽ ഇലയുടെ ചുവട്ടിൽ എന്തോ തൂങ്ങിക്കിടക്കുന്നു.
ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അത് പൂമ്പാറ്റയുടെ പ്യൂപ്പയാണെന്ന് അമ്മ പറഞ്ഞു. ശരിയാണ്, 3-ാം ക്ലാസ്സിൽ ഇതേക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാരും പഠിച്ചിട്ടില്ലേ? ഓക്കെ. നോക്കൂ, ഞാൻ കാത്തിരിപ്പ് തുടങ്ങി പ്യൂപ്പ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്തിറങ്ങുന്നത് കാണാൻ. ശ്രേയയുടെ ഡയറി വായിച്ചല്ലോ. പ്യൂപ്പ വിരിഞ്ഞു, ശലഭം പുറത്തു വന്നു. വർണ്ണച്ചിറകുള്ള നല്ല ചിത്രശലഭം. ശ്രേയയ്ക്ക് പൂമ്പാറ്റയോട് പലതും പറയാനുണ്ട്. ശ്രേയയും പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രേയ എന്തായിരിക്കും കൂട്ടുകാരെ ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക? ശ്രേയ ചോദിക്കുകയാണ്, ഹായ് പൂമ്പാറ്റേ, സുഖമല്ലേ? അപ്പോൾ പൂമ്പാറ്റ ചോദിക്കുകയാണ്, പൂമ്പാറ്റയ്ക്ക് അറിയില്ലല്ലോ ശ്രേയയെ. അപ്പോൾ പൂമ്പാറ്റ ചോദിക്കുകയാണ്, അതേ, നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രേയ പറയാണ്, ഞാനാണ് ശ്രേയ, നീ പുറത്തു വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. പൂമ്പാറ്റ പറയുകയാണ് എന്താണ്? ഹായ്, എത്ര സുന്ദരമാണ് ഇവിടം, ഒത്തിരി പൂക്കൾ. ശ്രേയ, ഇതെൻ്റെ തോട്ടമാണ്, ഈ പൂന്തേനെല്ലാം കുടിച്ചോളൂ. പൂമ്പാറ്റ പറയാണ്, ഈ സൂര്യകാന്തി പൂന്തേൻ എനിക്കിഷ്ടമായി. ശ്രേയ, ഇനി നീ എന്നും തോട്ടത്തിൽ വരണേ. പൂമ്പാറ്റ, വരാൻ ശ്രേയേ, ഇപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റാ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക് ഒരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്, കൂട്ടുകാരുടേതായ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് ഈ സംഭാഷണം എഴുതാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ആരെക്കുറിച്ചാണ്? യെസ്, കൂട്ടുകാർക്ക് ചിത്രം കണ്ടപ്പോൾ മനസ്സിലായാലും ആരാണ്? യെസ്, ലയണൽ മെസ്സിയെ കുറിച്ചാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. അച്ഛൻ ജോർജ് മെസ്സി, അമ്മ സെലിയ കുച്ചിറ്റിനി. ദെൻ 2014 മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു. 2022 ഖത്തർ വേൾഡ് കപ്പ് ജേതാവ്. ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ. ദെൻ മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം 7 തവണ ലഭിച്ചു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണം നേടിയ അർജന്റീന ടീമിൽ അംഗം. മുഴുവൻ പേര് ലയണൽ ആൻഡ്രസ് മെസ്സി. ജനനം 1987 ജൂൺ 24, അർജന്റീനയിലെ റൊസാരിയോ. അപ്പോൾ ഇത്രയും ഹിൻസാണ് നമുക്ക് നൽകിയിട്ടുള്ള ഹിൻസും കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൂട്ടുകാർ എന്ത് ചെയ്യുക, ഒരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്കൊരു മാതൃക നോക്കാം. ലയണൽ മെസ്സി. ലോകം മുഴുവനുള്ള ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നേടിയ കളിക്കാരനാണ് മെസ്സി. മുഴുവൻ പേര് ലയണൽ ആൻഡ്രസ് മെസ്സി എന്നാണ്. 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ ജോർജ് മെസ്സി, അമ്മ സെലിയ കുച്ചിറ്റിനി. ജീവിതം മുഴുവൻ ഫുട്ബോളിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച കളിക്കാരനാണ് അദ്ദേഹം. 7 തവണ മികച്ച കളിക്കാരനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ കളിച്ചു. 2014 മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2022 വേൾഡ് കപ്പ് ജേതാവായി. കൂടാതെ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും നേടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതേ നൽകിയിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചു കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ആരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം? യെസ്, ലയണൽ മെസ്സിയുടെ. ഇനിയിപ്പോൾ കൂടാതെ നെക്സ്റ്റ് എക്സാമിന് എന്താണ്, വേറെ ആരുടെയെങ്കിലും ഇതുപോലെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാവും ഉണ്ടാവുക. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. 5 പോസ്റ്റർ തയ്യാറാക്കാം. ഭക്ഷ്യവിഷബാധ, കുട്ടികൾ ആശുപത്രിയിൽ. പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി ഉപയോഗം. മാറാരോഗങ്ങൾ പെരുകുന്നു. ഫോർമാലിൻ കലർന്ന 500 കിലോ മത്സ്യം പിടിച്ചു. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നു. ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായകമായൊരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്ററിൽ എങ്ങനെയാണ് കൂട്ടുകാരെ എഴുതേണ്ടത്? നമ്മൾ ചിത്രമൊക്കെ വരച്ച് ഭംഗിയാക്കി പോസ്റ്ററിൽ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് എഴുതേണ്ടത് ഇവിടെ നോക്കാം. എന്തൊക്കെ നമുക്ക് എഴുതാം? വീട്ടിൽ വളർത്താം പച്ചക്കറി, കാത്തു സൂക്ഷിക്കാം ആരോഗ്യം. എന്താണ്? കളറുള്ള ഭക്ഷണം, തകരുന്ന ജീവിതം. കേടുവന്ന ഭക്ഷണം, തകരുന്ന ആരോഗ്യം, വീട്ടിലെ ഭക്ഷണം ശീലമാക്കുക കൂട്ടരെ. ഇതുപോലെ എഴുതി എന്ത് ചെയ്യാം, ചിത്രമൊക്കെ വരച്ച് മനോഹരമായൊരു പോസ്റ്റർ കൂട്ടുകാർ തയ്യാറാക്കുക. ഓക്കെ, പ്രവർത്തനം 6 എന്താണ്? ആസ്വാദനക്കുറിപ്പ് എഴുതാനാണല്ലേ. നമുക്ക് നോക്കാം. കൊച്ചു നക്ഷത്രമേ, ജി ശങ്കരക്കുറുപ്പിൻ്റെ കൊച്ചു നക്ഷത്രമേ എന്ന കവിതയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. കൊച്ചു നക്ഷത്രമേ, നിന്നെയാരാ മച്ചിലിരുത്തിയത് അമ്മയാണോ? വല്ലതും തട്ടിമറിച്ചുവോ നീ, വല്ലാതെ വാശി പിടിച്ചുവോ നീ? അമ്മ കയർക്കുവാൻ എന്തുമൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം. താഴേക്ക് പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും? ജി ശങ്കരക്കുറുപ്പ്.
അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ ചോദ്യങ്ങൾ നോക്കൂ. കൊച്ചു നക്ഷത്രത്തോട് കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? കുറേ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ കവിതയിൽ. ഓക്കെ, ഇതേ നോക്കൂ. കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്? ഇഷ്ടപ്പെടാൻ കാരണമെന്ത്? ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട്. നമ്മളോട് ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. കൊച്ചു നക്ഷത്രമേ. ആസ്വാദനക്കുറിപ്പ്. കൊച്ചു നക്ഷത്രമേ എന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത വായിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ചിന്തകളാണ് ഈ കവിതയുടെ ആശയം. ചോദ്യരൂപത്തിലുള്ള കവിത നല്ല ഈണത്തിൽ വായിക്കാം. ലളിതമായ കവിതയാണ്. ആദ്യ വായനയിൽ തന്നെ നന്നായി മനസ്സിലാകും. കൊച്ചു നക്ഷത്രമേ നിന്നെയാരാ മച്ചിലിരുത്തിയതമ്മയാണോ തുടങ്ങിയ വരികൾ വായിക്കുമ്പോൾ ആ രംഗം മനസ്സിൽ ചിത്രം പോലെ തെളിഞ്ഞു വരും. നല്ല രസമുള്ള ഈ കവിത വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. ഇതുപോലെ കൂട്ടുകാരെ എന്ത് ചെയ്യുക? ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.